ഹലോ, എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. അപ്പം എൻ്റെ പേര് സുകേഷ് എന്നാണ്. ഞാൻ പുതിയൊരു യൂട്യൂബ് ചാനൽ ഇന്നലെ തുടങ്ങിയായിരുന്നു. അപ്പം ഇത് രണ്ടാമത്തെ വീഡിയോ ആണ്. അപ്പം ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് എൻ്റെ വീട് കാണിക്കാൻ വേണ്ടി പോവുകയാണ്. പുതിയ വീടാണ്. അപ്പം എല്ലാവർക്കും ഗെയിമിലേക്ക് ഹാർദവമായ സ്വാഗതം. അപ്പം നമുക്ക് ഈ വീട് കാണാൻ അതിന് മുമ്പ് ഈ സോംബീസും മമ്മിയും കൊണ്ടൊക്കെ നിറഞ്ഞിരിക്കുക. അപ്പം നമുക്ക് അവരാദ്യം ഒന്ന് തുരത്തി ഓടിച്ചിട്ട് വേണം നമുക്ക് അകത്തോട്ടൊന്ന് കയറാൻ. അപ്പം നമ്മൾ പോവുകയാണ്, മുകളിലോട്ട് കയറുകയാണ്. ഇതെൻ്റെ വീടിൻ്റെ ബാക്ക്ഗ്രൗണ്ടാണ് ഇതെല്ലാം. അപ്പം പോവുകയാണ്. ഇവരെയൊക്കെ അടിച്ചാലും പെട്ടെന്ന് ചാവത്തില്ലെന്നേ, കൊന്നിട്ട് ഇത്ര അടിച്ചിട്ട് പോകുന്നില്ല. ശരി, അപ്പം നമുക്കിതെല്ലാം പെട്ടെന്ന് തന്നെ ഒന്നങ്ങോട്ട് മാറ്റിയെടുക്കാം. കഴിഞ്ഞു എന്ന് പ്രതീക്ഷിക്കുന്നില്ല. കുറേ ഉണ്ട് കേട്ടോ. കൊന്നു പറയുമ്പോൾ നമ്മൾ നാളെയാവും. ഭയങ്കര പാടാണ് ഇവരെയൊക്കെ കൊല്ലാനേ, ഒടുക്കത്തെ പാടാം. അപ്പം ഈ വീഡിയോ കാണുന്ന എല്ലാവരും ഒന്ന് ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ എനിക്ക് കുറച്ചുകൂടെ നല്ല എളുപ്പമായിരിക്കും. നിങ്ങൾ പുതിയ വീഡിയോസ് കിട്ടാനായിട്ട് നിങ്ങൾ ചാനൽ ഇപ്പം തന്നെ വീഡിയോ എനേബിൾ ചെയ്യുക. ഓക്കെ, അപ്പം നമുക്ക് വീഡിയോ കണ്ടിന്യൂ ചെയ്യാം. അപ്പം നമുക്ക് ഇതായിട്ട് പോകുന്നുണ്ട്. നമുക്കിനി പുറം ഭാഗത്ത് കാണിച്ചു തരാം. പുറം ഭാഗം നമ്മളിപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. അപ്പം ഇതാണ് നമ്മുടെ ഈ ഔട്ട്ഫിറ്റ് എന്ന് പറയുന്നത്. അപ്പം നമുക്ക് നേരെ ഇതിനകത്തോട്ട് കയറണം. ഇനി പുറത്തുള്ള കാര്യങ്ങൾ ഇനി കുറച്ചും കൂടെ എല്ലാം ചെയ്യാനുണ്ട് കേട്ടോ. ഇതിനകത്ത് കുറേ പരിപാടിയുണ്ട്. അപ്പം ഇവിടെയൊക്കെ ഒരു മുറിയാക്കാനുള്ള പരിപാടിയാണ്. അപ്പം നമുക്ക് ഇതിൻ്റെ കൂടെ ചെറിയൊരു മതിലാണ് കേട്ടോ ഈ സൈഡ് കാണുന്നതെല്ലാം. ഈ വീടിനകത്താണ് മതിലുള്ളത്. അപ്പം നമ്മൾ നേരെ ഇനി പോവുകയാണ്, സൈഡ് ഇതിൻ്റെ കൂടെ പോവുകയാണ് കേട്ടോ. ജസ്റ്റ് ഒന്ന് കാണിച്ചിട്ടായിട്ട് മാത്രമാണ് ഞാൻ ഇപ്പോൾ ഇതിലേക്കൂടെ പോകുന്നത്. കണ്ട ആരോ മതിലൊക്കെ ഇടിച്ച് പൊടിച്ചിട്ടിരിക്കുക. അപ്പോൾ ചെയ്യണമല്ലോ. ഓക്കെ, നമുക്കെന്തായാലും അകത്തോട്ട് പോകാം. അകത്തോട്ട് പോയിട്ട് തിരിച്ചു വരാം. തിരിച്ചു വന്നതിന് ശേഷം നമുക്ക് ആദ്യം അകത്ത് കയറാം. നമുക്ക് വീട് കാണാമല്ലേ. ഇതാണ് എൻ്റെ വീട്. അകത്തെല്ലാം ആയിട്ടില്ല, കുറച്ച് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാനുണ്ട്. ബെഡ്റൂമുണ്ട്, ബെഡൊക്കെ ഒന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നതേ ഉള്ളൂ. അപ്പോൾ ഇതാണ് എൻ്റെ വീട്ടിൻ്റെ അകത്തുള്ള ഇതൊക്കെ. കണ്ടോ, മുകളിൽ ലാവയാണ് കിടക്കുന്നത്. അപ്പം ഇതൊക്കെയാണ് നമ്മുടെ ഇപ്പോഴത്തെ ഒരു ഇതെന്ന് പറയുന്നത്. എങ്ങനെയുണ്ട് വീട്? എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് കമൻറ്റിലൂടെ പറയാം. അപ്പം നമുക്കിനി നേരെ ഇനി എന്താണ് പുറത്തേക്ക് പോകണം. പുറത്തേക്ക് തന്നെ പോകാം. നമുക്കൊരു ഗാർഡൻ ഒന്ന് കണ്ടാലോ. നമുക്ക് പുറത്ത് നിന്ന് ഗാർഡനും കൂടെ ഒന്ന് കണ്ടിട്ട് വരാം. അപ്പം എൻ്റെ ഗാർഡൻ എന്ന് പറയുന്നത് ഇതൊക്കെയാണ് കേട്ടോ. ചെറിയൊരു ഗാർഡനാണ്. എങ്ങനെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഈ താഴെ കാണുന്ന ലൈറ്റില്ലേ, ഇത് ഒരു ഗ്ലോ സ്റ്റോൺ എന്ന് പറയുന്ന സ്റ്റോൺ വെച്ചാണ് ഇങ്ങനെ ചെയ്തിരിക്കുന്നത് കേട്ടോ. ചെയ്തിരിക്കുന്നത് ഈ കോളം വരുന്ന ടൈപ്പിലൊക്കെ നമ്മൾ ഇതേപോലെ ചെടി ചെയ്യാനാണ് ആഗ്രഹിക്കുന്നത്. അപ്പം കൂടെ നമ്മളിപ്പോൾ ചെടി നടുന്നുണ്ട്. നമുക്കൊരു ചെടി നമുക്ക് നോക്കാം. ഇത് ബ്ലൂ മഷ്റൂമാണ്, പിന്നെ ബ്ലൂ ഓർക്കിഡ് ഉണ്ട്, റെഡ് മഷ്റൂം ഉണ്ട്, ഫൈൻ ടൂലിപ്പ് ഉണ്ട്. അങ്ങനെ കുറേ ടൈപ്പ് ഉണ്ട്. നമുക്കിപ്പം കണ്ടോ, റോസ്, കുറേ നമുക്ക് ചെടി അവൈലബിൾ ആണ്. പക്ഷേ അധികം ചെടി ഇല്ലാത്തതുകൊണ്ട് തന്നെ നമുക്കിനി അടുത്തിനി സ്റ്റോക്ക് എടുക്കാനുണ്ട്. അപ്പം നമുക്കിനി എന്ത് ചെയ്യണം, നമുക്കിനി നേരെ ഇനി അകത്തോട്ട് പോകാം. അപ്പോൾ നമ്മളിവിടെ നിന്ന് മോഷിക്കുന്നില്ലല്ലേ. വീഡിയോ കാണുന്ന എല്ലാവരും ലൈക്ക് വയ്ക്കാൻ വേണ്ടി പറയുകയാണ്. പ്ലീസ് ഒന്ന് സപ്പോർട്ട് ചെയ്യണം. എൻ്റെ ആദ്യത്തെ വീഡിയോ എനിക്ക് എങ്ങനെയാണെന്നൊരു ഇൻട്രസ്റ്റ് ഒന്നും അറിയത്തില്ല കേട്ടോ. അപ്പം നമുക്കിനി നേരെ നമുക്ക് ഇഷ്ടയും കല്ലൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പം നമുക്കിനി നേരെ ചെന്ന് ഈ വീടിൻ്റെ ഈ ഭാഗത്തൊക്കെ ഒന്ന് മതിലും നല്ലതൊന്ന് കെട്ടാം. അടുത്ത പ്രാവശ്യം ഇവിടെ കുറേ ഡ്രാഗനൊക്കെ ഉണ്ട് കേട്ടോ. അപ്പം നമ്മളിത് സൂക്ഷിച്ചു വേണം ചെയ്യാനായിട്ട്. ഇത് ഡ്രാഗൻ ഇങ്ങോട്ട് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് വീടിൻ്റെ ചുറ്റും പുറത്ത് ഒരു വലിയൊരു മതിൽ ഇതേപോലെ കെട്ടി വെച്ചിരിക്കുന്നത്. മുകളിൽ വരെ ഇഷ്ടമായിട്ട് നിറച്ച് വെച്ചിരിക്കുക കേട്ടോ. അപ്പം ബട്ട് ഇവരൊക്കെയാണ് കുഴപ്പമില്ല കേട്ടോ. പക്ഷെ നമ്മുടെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് നമ്മളിതൊക്കെ ചെയ്യുകയാണ്. അപ്പം വീടിൻ്റെ കാര്യങ്ങളൊക്കെ നമുക്ക് അതോടുകൂടി അങ്ങനെ ചെയ്ത് തീർത്തിട്ട് വേണം നോക്കിയിട്ട് ബാക്കി കാര്യങ്ങളോട്ട് പോകാം. ഇതൊക്കെ ഒരു ചെറിയൊരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഇതൊക്കെ ഒന്ന് ഇഷ്ടപ്പെടുന്നൊക്കെയാണ് വിചാരിക്കുന്നത്. നമുക്കിതുപോലത്തെ കുറേ ഗെയിം വേറെ അവൈലബിൾ ആയിട്ടുണ്ട്. നമുക്കതിനൊന്ന് പരിചയപ്പെടാം കേട്ടോ. അപ്പം നമുക്ക് ഇനി അടുത്തിനും ബാക്കി ചെയ്യണമെന്നൊക്കെ വീട് മുകളിലോട്ട് കയറാണ് കേട്ടോ. മുകളിലോട്ട് പോകാം. മുകളിലോട്ട് ചെന്നിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കിയിട്ട് വരാം. ഇവിടെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണല്ലോ. ഓരോ ശല്യങ്ങളിങ്ങനെ നിറഞ്ഞ് കിടക്കുക. അപ്പോൾ നമുക്കിനി നേരെ ഇനി എടുത്താലേ പറ്റത്തുള്ളൂ. വാളെടുക്കണം. ഇവരെ എടുത്തിട്ട് വേണം നമുക്ക് 2 വട്ടം. ഇതൊക്കെ ഡയമണ്ട് വാളാണ് കേട്ടോ. ഡയമണ്ടിൻ്റെ ആണ് സോൾഡ് എന്ന് പറയുന്നത്. ഡയമണ്ട് നമുക്ക് എല്ലാം വെട്ടിയായിരിക്കണം. നമുക്ക് ഗോൾഡൻ ടൈപ്പ് ഉണ്ട്. പക്ഷേ ഗോൾഡൻ ടൈപ്പ് അധികം നിൽക്കത്തില്ല കേട്ടോ. പെട്ടെന്ന് പോകും. 2 വെട്ട് വെട്ടുമ്പോൾ തന്നെ അതിൻ്റെ തീരുമാനം. പക്ഷേ ഡയമണ്ട് സാധനം അപ്പം നമുക്ക് കുറേ കിട്ടും. നമുക്ക് നിൽക്കാൻ കുറച്ചും കൂടി എളുപ്പമായിരിക്കും.
അപ്പോൾ ബാക്കി ഇവരൊക്കെ നിന്നോട്ടെ, ഇവരൊക്കെ നമ്മുടെ അടിമകളാണ്. ഞാൻ എൻ്റെ കൂടെ സെക്യൂരിറ്റി ഗാർഡ്സ് ആയിട്ട് വേണമെങ്കിൽ കരുതാം. ഇരിക്കട്ടെ, ഈ മമ്മിയൊക്കെ കൊണ്ട് നമുക്ക് നേരെ ഇനി മുകളിലോട്ട് പോകണം. മുകളിലോട്ട് ചെന്നിട്ട് അവിടുത്തെ വ്യൂ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കണ്ടേ. അവിടുത്തെ കാര്യങ്ങളൊക്കെ മാറി മറിച്ച് കിടക്കുകയായിരിക്കും എന്നാണ് തോന്നുന്നത് കേട്ടോ. എല്ലായിടത്തും ഇതേപോലെ ഉണ്ട്. ശരി, കുഴപ്പമില്ല, നമുക്ക് എന്തായാലും മുകളിലോട്ട് പോകാം. ശരി, അപ്പം നിങ്ങൾ കാണുന്നുണ്ടല്ലോ അല്ലേ, ഇതാണ് നമ്മുടെ പുറത്തുനിന്നുള്ള വ്യൂ. രാത്രിയായി, രാത്രി ആകുമ്പോഴത്തേക്കാണ്. എങ്ങനെയുണ്ട്? നമുക്കിനി പുറം വശത്ത് ഉണ്ട്, പക്ഷേ പുറം വശത്ത് അത്രയ്ക്കൊന്നും ആയിട്ടില്ല. നമ്മളിതെല്ലാം ചെയ്ത് വരുന്നതേ ഉള്ളൂ. ഇപ്പം ഇതിൻ്റെ ആദ്യത്തെ വീടാണ്, അപ്പോൾ ഇത് ചെയ്ത് വരുന്നതേ ഉള്ളൂ. ബാക്കി നമുക്ക് അടുത്ത വീടിലേക്ക് നമുക്ക് എല്ലാം നോക്കാം. അപ്പം നമുക്ക് എപ്പോഴും ഇതിൻ്റെ കാര്യം നോക്കുക അല്ലേ. അപ്പം എങ്ങനെയുണ്ട് ഇതിൻ്റെ വ്യൂ ഒക്കെ എങ്ങനെയുണ്ടെന്ന് ജസ്റ്റ് കമൻറ്റ് ചെയ്യാം. അപ്പം എല്ലാവർക്കും നല്ലൊരു ആശ്വസിച്ചുകൊണ്ടാണ് ഞാനിപ്പോൾ ഇതെല്ലാം ചെയ്യുന്നത് കേട്ടോ. വിളിക്കൊന്നും അറിയത്തില്ല, എന്നാലും ബാക്കി നമുക്ക് നോക്കുകയാണ് കൂട്ടുകാർ ചെയ്യുന്നത്. അപ്പം നമുക്കിനി ചെടി കുറച്ച് നടാനുണ്ട് കേട്ടോ. അപ്പം നമുക്ക് ഇവിടെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇവിടെ നിന്ന് നമുക്ക് ആദ്യം ഇവിടെ ലെയർ കെട്ടാനുണ്ട്. ഗ്ലോ സ്റ്റോൺ എന്ന് പറയുന്ന സ്റ്റോൺ വെച്ചിട്ട് ഇത് കുറച്ച് ലെയർ പോലെ ആക്കാനുണ്ട്. നമ്മൾ ചെയ്തിട്ടില്ല, നേരത്തെ ചെയ്തിട്ടില്ല. അപ്പം നമുക്ക് ഇന്ന് ചെയ്യാം, ഇപ്പം തന്നെ അങ്ങ് ചെയ്യല്ലേ. അപ്പോൾ ഇതെല്ലാം ഇങ്ങനെ ഇത് ലെറ്റ് ലെയർ ആയിട്ട് വന്നാൽ നമുക്ക് ഇതിൻ്റെ കറക്റ്റ് കണക്കറിയാൻ പറ്റും. നമ്മളിത് കണക്ക് അരച്ച് നമ്മൾ ചെയ്യുന്നത് കേട്ടോ. ഇതൊക്കെയാണ് ഇതിൻ്റെ പരിപാടികൾ. അപ്പം നമുക്കിനി ഇതെല്ലാം ചെയ്തതിന് ശേഷം നമുക്ക് ആദ്യം മുതലേ പോകണം. നമുക്ക് ആദ്യം അങ്ങോട്ട് പോകാം. അങ്ങോട്ട് പോയിട്ട് വന്നിട്ട് ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് നോക്കാം അല്ലേ. ഓക്കെ, അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോവുകയാണ്. ആദ്യം ഏത് ചെടിയാണ് നടേണ്ടതെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. അപ്പം നോക്കി ഏത് ചെടി നടാൻ വേണ്ടി പോവുകയാണ് എന്ന് നമുക്ക് നോക്കണം. ഓക്കെ, അപ്പോൾ നമുക്ക് ലെയർ ആദ്യം നമുക്ക് ഫസ്റ്റ് കംപ്ലീറ്റ് ചെയ്യണം. ചെയ്ത് അടിച്ചത് കഴിഞ്ഞിട്ട് നമുക്കൊന്നുകൂടെ നോക്കാം കേട്ടോ. ഓക്കെയാണ്. ഓക്കെ ഓക്കെ ഓക്കെ, അപ്പോൾ ഇത് കഴിഞ്ഞു. നമുക്കിനി ചെടിയാണ് നോക്കാനുള്ളത്. അപ്പം ചെടീനടുത്ത് നമുക്ക് ഏത് നടാം? നമുക്ക് ഒരു 2 ലെയർ മാത്രമേ ഇപ്പോഴും നടത്തുള്ളൂ, ബാക്കി സ്റ്റോക്ക് വന്നതിന് ശേഷമാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പം നമുക്ക് റോസ് ബഷിയാണ് ആദ്യം നടാൻ കേട്ടോ. കാണാൻ തന്നെ നല്ല കുറച്ച് ലോങ് ആണ് സാധനം, നല്ല ഭംഗിയാണ് കാണാൻ മുറ്റത്തൊക്കെ. അതുകൂടാതെ ഈ ഗ്ലോയിലെ സ്റ്റോണും കൂടെ ഉള്ളത് കാരണം നമുക്ക് ഒരു മുകളിൽ നിന്നും കുറച്ച് ദൂരത്തേക്ക് നോക്കുമ്പം ഈ പൂവിൻ്റെ ഒരു നല്ല ഗ്ലോ കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഗ്ലോ സ്റ്റോൺ ഇവിടെ നട്ടു വച്ചിരിക്കുന്നത്. സോറി, ഇതേപോലെ തറയിൽ ഇങ്ങനെ വച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പം നമുക്കിതെല്ലാം അടുത്ത് നമുക്ക് നോക്കാം. അപ്പം 2 ലെയറായിട്ടാണ് നമ്മളിത് ചെയ്യുന്നത്, അതുകൊണ്ടാണ് നമുക്ക് 2 വന്ന്. അപ്പം ഇതിൻ്റെ ഏകദേശം കഴിയാറായി. ഇത് കഴിഞ്ഞതിന് ശേഷം നമുക്കിനി അടുത്ത് പോവാണ് ഞാൻ നോക്കുന്നത്. ചിലപ്പം ഏതാണ് നമുക്ക് നടാനിട്ടുണ്ടെന്ന് നമുക്ക് നോക്കാനുള്ളത്. അപ്പം ഇത് ഏതിൻ്റെതാണ് നടുക? ബ്ലൂ ഓർക്കിഡാണ് കേട്ടോ. ബ്ലൂ ഓർക്കിഡ് അധികം ഷോർട്ടാണ്, അധികമൊന്നും പറയാനൊന്നുമില്ല. നല്ല ചെടിയാണ് കാണാനൊക്കെ. ഞാൻ പറഞ്ഞു, നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇതിൻ്റെ ഈ ഒരു ഇത് കാരണമാണ് നമുക്ക് ഇത്രയും നല്ല ഒരു ഇത് കിട്ടുന്നത്. ഭംഗിയുണ്ടല്ലോ അല്ലേ. അപ്പം നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഒക്കെ ലൈക്കൊക്കെ ചെയ്യാം. ലൈക്കൊക്കെ ചെയ്യുന്ന ബെൽബട്ടൺ നിൽക്കുന്ന ആവശ്യമായിട്ട് നമ്മൾ സപ്പോർട്ട് ചെയ്യാൻ വെച്ചാൽ അടുത്ത നമ്മളൊരു ചെയ്യാൻ വേണ്ടി പോകുന്നത് എന്താണ്? അടുത്ത പൂക്കണ്ടോ, ഒന്ന് മുകളിലും ഒന്ന് താഴ്ന്നുകൊണ്ടിരിക്കുന്ന കേട്ടോ. ശരി, നമുക്കങ്ങനെ നമ്മൾ നേരത്തെ അങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പുറത്തെ സെക്ഷനിൽ അങ്ങനെയാണെന്ന്. അപ്പം നമുക്ക് ഇനി നടാനുള്ളത് ഏതാ? ബ്ലൂ മഷ്റൂംസാണ്. ബ്ലൂ മഷ്റൂംസ് കാണാൻ നല്ല രസമുണ്ടല്ലേ. കാണുന്ന നല്ലൊരു എന്താന്ന് പറയുക, തല പോലെ ഉണ്ടല്ലേ, ഒരു മീനിൻ്റെ തല, ഒരു മീനിനെ പോലെ ഉണ്ട് കാണാൻ, നല്ല രസമുണ്ടല്ലേ. ശരി, അപ്പോൾ ഇതും കഴിയാതെ, ഏകദേശം ഇതും കഴിയാതെ, വേറെ പണിയൊന്നുമില്ല. ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം വേണം നമുക്കിനി ബാക്കി കുറേ കാര്യങ്ങൾ ചെയ്ത് തീർക്കാനുണ്ട്. എല്ലാം നിങ്ങൾ സപ്പോർട്ട് കൂടി ഇത് പ്രതീക്ഷിക്കണം കേട്ടോ. അപ്പം നമുക്കിനി അടുത്ത ചെടിയാണ് നടുന്നത്. അപ്പം നമുക്കിനി അടുത്ത് റെഡ് മഷ്റൂം തരാം. എനിക്ക് പൊതുവെ ഈ മഷ്റൂംസൊന്നും ഇഷ്ടമല്ല, പിന്നെ ഒരു ഭംഗിക്ക് വേണ്ടി മാത്രമാണ് ഞാൻ നടന്നത്. ഞാൻ ആദ്യം ഒരു പ്രാവശ്യം മഷ്റൂമൊക്കെ കഴിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കഴിച്ച സമയത്ത് എനിക്കൊന്നും ഇഷ്ടപ്പെട്ടിട്ടില്ല. എന്നാലും മഷ്റൂം നമ്മുടെ ഒരു ഇതായത് കൊണ്ട് മാത്രം, ഒരു ജസ്റ്റ് ഒന്ന് ഒരു ലുക്ക് കിട്ടാൻ വേണ്ടി മാത്രമാണ് കേട്ടോ. അതേപോലെ നമ്മളൊരു ഗാർഡൻ തന്നെ നമ്മൾ ചെയ്യുന്നത്. ശരി, ഇങ്ങോട്ട് നോക്കും, മുകളിൽ കണ്ടോ, മമ്മിയൊക്കെ കയറി മുകളിൽ കയറി നിൽക്കുന്നത് കണ്ടോ. ഇവരൊക്കെ എത്ര കൊണ്ടിട്ട് ഇവരൊന്നും ഒരു പ്രയോജനമില്ലെന്ന്. നമുക്ക് ചിറകൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ, പറക്കാനൊക്കെ പറ്റുമായിരുന്നു. പക്ഷെ ഇപ്പം നമുക്ക് ഇത് അതേപോലെയല്ല. നമുക്കിനി വീഡിയോ ഒക്കെ കണ്ടിട്ട് വേണം നമ്മൾ അവനെ അൺലോക്ക് ചെയ്തെടുക്കാനായിട്ട്. കാരണം അൺലോക്ക് ചെയ്യണമെന്ന് എനിക്കൊരു സമയമൊന്നുമില്ല. ഇതിൻ്റെ കാര്യം കഴിഞ്ഞിട്ട് വേണം എനിക്ക് ബാക്കി. എനിക്ക് മൊത്തം 3 വീടുകളാണുള്ളത്. ഈ ഒരു ആദ്യം ഇതാണ്, ഇത് 3ാമത്തെ വീടാണ് കേട്ടോ. ഇനി 2ാമത്തെ 3ാമത്തെ വീഡിയോ ഞാൻ വീഡിയോസ് അടുത്ത 3 വീഡിയോസിലൊക്കെ കാണിക്കുന്നുണ്ട്.
അപ്പം അത് പിന്നെ കാണിക്കാം. അപ്പം നമുക്കിനി അടുത്ത് നോക്കാം. അടുത്തിനി ഏത് പൂവാണ് വേണ്ടതെന്നാണ് നോക്കുന്നത് കേട്ടോ. ആദ്യം നമുക്ക് ഇതെല്ലാം എടുത്ത് കളഞ്ഞതിന് ശേഷം പുതിയതെടുക്കാം, അതായിരിക്കും നല്ലത്. നമുക്കിനി അടുത്തിനി ഏത് പൂവൊന്നുമില്ലടോ, അധികം ഒന്നും ഒരു സാധനമില്ല. റോസ് നട്ടിട്ടുണ്ടെങ്കിൽ കൊള്ളാമെന്ന് വിചാരിക്കുന്നു, പക്ഷെ റോസ് ഉണ്ട്. എന്നാലും ലാർജ് നമുക്ക് നോക്കാം കേട്ടോ. ലില്ലിയുണ്ട്, നമുക്ക് കുറച്ച് പൂക്ക് ഫ്ലവറൊക്കെ കിട്ടിയിട്ടുണ്ട്. നമുക്ക് നോക്കാം. അടുത്ത് നല്ല സ്ഥലമാണ്, നല്ല വീടിനും നല്ല നല്ല പൂക്കൾ ഉണ്ടെങ്കിലേ കാണാം. അങ്ങനെ ആവുന്നതാണ് ഞാൻ നോക്കുന്നത്. ഓക്കെ, അപ്പം നമുക്ക് കഴിഞ്ഞു, അതിന് കിട്ടാനില്ല. ഓക്കെ, അപ്പം നമ്മൾ ലാർജ് ഫ്ലവർ എന്ന് പറയുന്ന ഒരിതാണ് നമുക്ക് നടന്നത് കേട്ടോ. ഒരു ചെടിയാണ് കേട്ടോ, അതിന് പൂവൊന്നുമില്ല, ചെടി മാത്രം, ഇലകൾ മാത്രമേ ഉള്ളൂ, വേറെ പ്രത്യേകതയൊന്നുമില്ല. കാണുന്ന നല്ല ഭംഗിയൊക്കെ തോന്നിക്കുക, ആ രീതിയിലാണ് നമ്മളിപ്പോൾ ചെയ്യുന്നത് കേട്ടോ. നമുക്ക് എന്താ കാണാൻ ഒരു പുറമെ കാണുമ്പോൾ നല്ലൊരു ഭംഗി തോന്നാം. അപ്പം അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇത് ചെടികളൊക്കെ നല്ലപോലെ ഒരു ഗാർഡൻ പോലെ സെറ്റ് ചെയ്യാൻ വിചാരിക്കാം. അപ്പം ഫുള്ള് സെറ്റ് ചെയ്യാനുണ്ട്, പുറത്തത്തെ കാര്യങ്ങൾ സെറ്റ് ചെയ്യാനുണ്ട്. നമ്മൾ നേരത്തെ കാണിച്ചല്ലോ ഔട്ട് സൈഡിലെ വ്യൂ, അപ്പം അവിടെയൊക്കെ നമ്മൾ നല്ലതുപോലെ ഒന്ന് സെറ്റ് ചെയ്യണം. പുറം ഭാഗമാണ്, എന്നാലും കുഴപ്പമില്ല. നമ്മൾ മുകളിൽ നോക്കുമ്പോൾ ഒരു നല്ലൊരു വ്യൂ കിട്ടാൻ വേണ്ടിയിട്ട് നോക്കണം. അപ്പോൾ നമുക്കൊരു അടുത്ത വീട്ടിലേക്ക് നമുക്ക് ഇതിൻ്റെ ബാക്കി പാർട്ട് 2 ആയിട്ട് നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് പാർട്ട് 1 ആണ്. പാർട്ട് 2 എല്ലാവരും കാണണമെന്ന് പ്രധാന പ്രതിയാണ്. അപ്പം ഞങ്ങൾക്ക് കാര്യങ്ങളൊക്കെ നടക്കാം. ഓക്കെ, അപ്പോൾ ഇത് പറഞ്ഞ് പൂവിൻ്റെ ആയത് മറന്നു കേട്ടോ. അപ്പം നമുക്ക് ലില്ലി നടാം. ലില്ലയൊക്കെ നമ്മൾ നേരത്തെ നട്ടിട്ടുണ്ട്, പക്ഷേ ഇതിൻ്റെ നമ്മൾ ഈ ലില്ല എന്ന് ചെടി നേരത്തെ നമ്മൾ നട്ടിട്ടുണ്ട്. പക്ഷെ നമുക്ക് സ്റ്റോക്ക് ഇല്ലാത്തത് കൊണ്ടാണ് ആ ചെടീനെ നമ്മൾ നട്ടത് കേട്ടോ. കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ? വേറെ ഒന്നും പ്രതീക്ഷിക്കാൻ വിചാരിക്കുകയും ചെയ്യരുത്. നമുക്ക് നോക്കാം. അപ്പം നമുക്ക് ലില്ലി പുഷ്പം കാണാൻ നല്ല രസമുണ്ട്. ലില്ലി ഓഫ് ദി വാലി എന്നാണ് ഇത് എഴുതിയിരിക്കുന്നത് കേട്ടോ. നമ്മൾ ലില്ലിന്ന് മാത്രം വിളിച്ചാൽ മതി, നമ്മളെ ഉള്ളൊന്നും വിളിക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. ഓക്കെ, അപ്പം നമുക്ക് ഇത്രയും നമ്മളിപ്പോൾ ചെയ്യുന്നുള്ളൂ. ഇനി നമുക്കിനി വേറെ ചെയ്യുന്നുണ്ട്, 2 ലെയറും കൂടെ ഉണ്ട്, പക്ഷെ അതൊന്നും ചെയ്യുന്നില്ല, പിന്നീട് ചെയ്യാൻ പോവാം. അപ്പം നമുക്കിനി ചെയ്യാനുള്ളത് നിങ്ങൾ അടുത്ത് മുകളിലോട്ട് കയറി പോകാൻ കേട്ടോ. മുകളിലോട്ട് നമുക്ക് ആദ്യം മുകളിൽ ഇരിക്കുന്ന സാധനങ്ങളെ ഒന്ന് തുരത്തി ഓട്ടിക്കണ്ടേ. ദൈവമേ, ഇത് കണ്ടോ നിങ്ങളല്ല? ഇതൊക്കെ എന്തുവാടേ ഇത്? സ്റ്റക്കായി കിടക്കുകയാണ് കേട്ടോ. എത്ര കഴിഞ്ഞാൽ ചാവത്തില്ലെന്നേ. കുഴപ്പമില്ല, നമുക്ക് തന്നെ കൊന്നും കളയാം, വേറെ പ്രശ്നമൊന്നുമില്ലല്ലോ അല്ലേ? കാണാൻ നമുക്കും പ്രശ്നമല്ല, നിൽക്കുന്ന എനിക്കും പ്രശ്നമല്ല. കാരണം ഇതിനൊക്കെ കൊന്നിട്ട് വലിയ കാര്യമൊന്നും നമ്മൾ ചെയ്യുന്നത്. പക്ഷെ മൃഗങ്ങളെ ആക്രമിക്കും കേട്ടോ. എനിക്ക് ഒരു കോഴി ഉണ്ടായിരുന്നു, ഒരു പന്നി ഉണ്ടായിരുന്നു, ഒരു മുയലുണ്ടായിരുന്നു, ഒരു പശുക്കുട്ടി ഉണ്ടായിരുന്നു, ഒരു ആട്ടുംകുട്ടി ഉണ്ടായിരുന്നു. പക്ഷെ ഇതെല്ലാം ഇവർ തിന്നു കളഞ്ഞു കേട്ടോ. ആരും ശരിയല്ല. എൻ്റെ കൂടെ അവൻ്റെ കാര്യത്തിനാക്കാം. നമുക്ക് ആദ്യം ഇവനെയൊക്കെ തീർത്ത് കളഞ്ഞിട്ട് വേണം. ഇപ്പോൾ ഇവനെയൊക്കെയാണ് ആദ്യം കൊല്ലാൻ. ഇവനൊക്കെ ഇവിടെ പൈസ കൊടുത്ത് നിർത്തിക്കുന്ന ഒരു പ്രയോജനമില്ലെന്നേ. നമുക്കിനി താഴോട്ട് ഇറങ്ങി പോയാലേ പറ്റുള്ളൂ കേട്ടോ. മുന്നേ കൊന്നിട്ട് വേണം നമുക്കിനി അടുത്ത ഇല്ലത് പോവാൻ. അപ്പം വേറെ കൂടെ കാണിച്ചൊന്നുമില്ല. അപ്പം കാണാനൊക്കെ നല്ല രസമുണ്ടല്ലേ? രാത്രി ആവാനായിട്ടുണ്ടെന്നാണ് തോന്നുന്നത്, ഇതൊക്കെ ആയിട്ടുണ്ട്. അപ്പം നമുക്ക് നോക്കാം എങ്ങനെയുണ്ട്. കാണാൻ നല്ലൊരു വ്യൂ തോന്നുന്നല്ലേ? എല്ലാവരും നല്ല രസം പോലെ തോന്നുന്നുണ്ടല്ലോ അല്ലേ? കൊള്ളാമല്ലോ. അപ്പം നമുക്ക് ഈ ബാക്കി ചെടികൾ നടന്ന് കുറച്ചും കൂടെ ഒരു ഇത് കിട്ടാൻ ചാൻസ് ഉണ്ട്. അപ്പം നമുക്ക് നോക്കാം കേട്ടോ. അപ്പം വേറെ ഇനി എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ നമുക്ക് നോക്കിയിട്ട് അതൊക്കെ ചെയ്യാം. ഓക്കെ, അപ്പോൾ രാത്രി ആയി തുടങ്ങി, സന്ധ്യ ആയി കേട്ടോ. സന്ധ്യ ആയിട്ടുണ്ട്. അപ്പം നമുക്കിനി സന്ധ്യ ആയിട്ടുണ്ട്, നമുക്കിനി കിടന്നുറങ്ങുന്ന സമയമാണ് കേട്ടോ. വൈകുന്നേരമായി. അപ്പം സന്ധ്യ ആയിട്ടുണ്ട്. അപ്പം നമുക്കിനി നേരെ താഴോട്ട് പോകണം. ഇത്രയും പെട്ടെന്ന് രാത്രിയായോ? ഓക്കെ, നമുക്ക് താഴോട്ട് പോകാം. വേറെ നമുക്ക് കുറച്ച് ലൈറ്റ് സെറ്റിംഗ് ഒക്കെ ഉണ്ട് കേട്ടോ. ലൈറ്റ് ഇതെല്ലാം സെറ്റ് ചെയ്യാനുണ്ട് കേട്ടോ. എല്ലായിടത്തും കുറച്ച് ഇരുട്ടുണ്ടല്ലേ, അപ്പം കുറച്ച് ലൈറ്റൊക്കെ സെറ്റ് ചെയ്യാനുണ്ട് കേട്ടോ. അപ്പം അതൊക്കെ കഴിഞ്ഞിട്ട് ശേഷം നമുക്ക് ഇനി അടുത്ത വീഡിയോയിലേക്ക് പാർട്ട് 2 നമ്മൾ ഇത്രയും പെട്ടെന്ന് തന്നെ ചെയ്യുന്നതായിരിക്കും. അപ്പം ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും നന്ദിയുണ്ട്. ഇപ്പം ഈ വീഡിയോ കാണുന്ന എല്ലാവർക്കും നന്ദി. സബ്സ്ക്രൈബ് ചെയ്യും. ഓക്കെ.